എൻ്റെ 28 വർഷത്തിന് ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്ര നല്ല ടേസ്റ്റുള്ള കടല കഴിച്ചിട്ടേ ഇല്ല. ഹലോ, ഒരു സർവൈവൽ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ. ഈ വലിയ വീടല്ല, ഈ ചെറിയ വീട്ടിൽ ഇന്ന് ഈ രാജകുമാരനും രാജകുമാരിയും അവരുടെ ഈ അമ്മയും ഒറ്റയ്ക്കാണ്. ഒന്നും മിണ്ടാതിരിക്കണൊക്കെ പ്ലീസ്. കം ടു ദ പോയിന്റ്. എൻ്റെ ഉമ്മ ഇതുവരെ ഭോപ്പാലിൽ തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഹെൽപ്പറും കൂടിയുണ്ട്, വാവ. ഈ വാവയല്ല, ഇത് കുഞ്ഞു വാവ, അത് മുതുക്കി വാവ. സോ പിള്ളേർ രണ്ടുപേരും രാവിലെ തന്നെ എണീറ്റു. ജന്നയുടെ ഡ്രസ്സൊക്കെ മാറി അവളെ ഞാൻ കാർ സീറ്റിൽ കെടുത്തിയേക്കാം. ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ജെന്നിക്ക് അങ്ങനെ അവളെ ആരും എടുക്കണത് ഇഷ്ടമല്ല, കിടന്ന് കളിക്കാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പോഴേക്കും സായിനെ പോട്ടിയിലേക്ക് ഇരുത്തി അവനെ ബ്രഷ് ചെയ്യിക്കാണ് ഞാൻ. ഇതവൻ്റെ പുതിയ ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ്. ഇതവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്രിസിൽസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. ബ്രഷ് ചെയ്യാൻ മടിയുള്ള കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ആക്ച്വലി പാരൻറ്റിങ്ങിൽ ഞാനൊരു പ്രോ ആണെങ്കിലും കുക്കിങ്ങിൽ ഞാനൊരു 0 ആണ്. കുക്കിംഗ് ഒരു കലയാണ്. ആ കല എനിക്കില്ല. എനിക്ക് അവനോട് വലിയ താല്പര്യമില്ല, അവനും എന്നോട് വലിയ താല്പര്യമില്ല. കടലയാണോ വേണ്ടേ? തൊട്ടോ എടാ, മമ്മിയുടെ ഫുഡ് എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? സൂപ്പറാണോ? അങ്ങനെ എൻ്റെ കഠിന പ്രയത്നത്തിനൊടുവിൽ നമ്മൾ പുട്ടും കടലയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പുട്ടൊന്നും സായി തന്നെ കഴിക്കില്ല. അപ്പവും പത്തിരിക്കുകയാണെങ്കിൽ അവൻ ഈ ഹൈ ചെയറിലിരുന്ന് TV ഒക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെ കഴിച്ചോളും. ഇനി ജെന്നീൻ്റെ ബാത്ത് ടൈമാണ്. ഇവളുടെ ആ ഒരു റൂട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവൾക്ക് നമ്മൾ നാൽപ്പാമരം എണ്ണ ദേഹത്തും ചെമ്പരത്തിയാതി എന്ന് പറഞ്ഞ ഒരു ഓയിൽ തലയിലുമാണ് തേക്കുന്നത്. അതൊക്കെ തേച്ച് കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ കിടത്തും. കുളിക്കാൻ ഇഷ്ടമാണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് തല തോർത്തുമ്പോൾ ഒരു കരച്ചിൽ പതിവാണ്. ആ കരച്ചിൽ മാറുന്നത് ഈ വൈറ്റമിൻ D ഡ്രോപ്സ് കൊടുക്കുമ്പോഴാണ്. പെണ്ണാലേ ഒരു പൂ തരാമോ, പെണ്ണാലേ ഒരു കായ് തരാമോ. ഞാനെപ്പോഴും ഉറക്ക പാട്ട് പാടി ഇവർ രണ്ടുപേരും ഉറക്കാം. സായി വലുതായപ്പനെ പറയും, മമ്മി പാടണ്ട, സായിയുടെ ചെവി പൊട്ടി പോണെന്ന്. രുചിയുണ്ട്, സൂപ്പർ കടല. എൻ്റെ 28 വർഷത്തിന് ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്ര നല്ല ടേസ്റ്റുള്ള കടല കഴിച്ചിട്ടേ ഇല്ല. അതെ ബാബ. മറയുടെ മുഖം പുച്ഛം, ഒരു ലോഡ് പുച്ഛം. മര്യാദക്ക് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്ന കൊച്ച. ഇതെൻ്റെ ഫ്രണ്ട് സൈറ കൊണ്ടുവന്ന ബാത്തബ. പിന്നെ ഇവൻ ഇതിലേ കുളിക്കുള്ളൂ. യായിക്കാക്ക് കുച്ചിനെ കാണേനു മമ്മിന്റെ കുട്ടി. യായിക്കാക്കാര് കുളിച്ചിനെ കാണേനു. ഒരു ഉറക്കം കഴിഞ്ഞ് ജെന്നി എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ സായയുടെ കുളിയൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കേ. ഈ അരി കഴുകിക്കൊണ്ടിരിക്കുന്നവളാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത മുതുക്കി വാവ, ഡോക്ടർ റിൻസ റഹീം, എൻ്റെ സിസ്റ്റർ. സ്വന്തമായിട്ടൊരു റാപ്പ് സോങ് ഒക്കെ ഉള്ള ആളാ. ഞാനാ വാ 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 നിങ്ങളുടെയൊക്കെ കുഞ്ഞാവാ, ഞാനോ വാ വാ നിങ്ങളുടെയൊക്കെ കുഞ്ഞാവാ. ആൻഡ് ദ ട്രൂത്ത് ഈസ്, ഈ വാഷിംഗ് മെഷീൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ഇത്ര നാളായിട്ട് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഉമ്മീനെയൊക്കെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്തതിന് ശേഷം ഈ യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. വേണ്ട പറയണ്ട, എനിക്കറിയാം. എൻജിനീയറിംഗിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ലാന്നേ. കഴിച്ചോട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ലഞ്ച് ഉണ്ടാക്കുന്നത് വാവയാ. ചിക്കൻ ഫ്രൈയും പരിപ്പേറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. എന്തോ സ്പെഷ്യൽ മസാല എന്നൊക്കെ പറഞ്ഞ് ടൊമാറ്റോ സോസും തൈരൊക്കെ വാരി ഒഴിക്കുന്നത് കണ്ടു. പക്ഷെ ഇപ്പോൾ മസാലയൊക്കെ കരിഞ്ഞു പിടിച്ച് പാനിൽ തന്നെ ഉണ്ട്. ചിക്കൻ പച്ചന കഴിക്കേണ്ടി വരും. അയ്യോ,
ഹലോ, ഇത് ഈ കുട്ടി. ഓ മൈ ഗോഡ്, എവിടെ പോണേ? ഇത് ആര് ക്ലീൻ ചെയ്യും? ആര് ക്ലീൻ ചെയ്യും? നിക്കടാ 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 നിക്കടാ. കുട്ടികളുള്ള മിക്ക വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. ഇതിപ്പോൾ നേരം വെളുത്തിട്ട് എത്രാമത്തെ ക്ലീനിങ് ആണെന്നറിയോ? ഒരു ഹെൽത്തി ചൈൽഡ്ഹുഡിന്റെ ലക്ഷണമാണ് ഒരു മെസ്സി ഹോം എന്ന് ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്. എക്സോസ്റ്റഡ് ആവുന്ന സമയത്ത് ഇത് പറഞ്ഞ് സ്വയം സമാധാനിക്കലാണ് എൻ്റെ ഒരു ആശ്വാസം. പിന്നെ ഇവന്റെ ടോയ് ബോക്സ് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല. പാവച്ചിയുടെ സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ റെസിപ്പി വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്താൽ വാവ റെസിപ്പി തരും. വളരെ നല്ലൊരു പരിപ്പ് കറിയാണ്. മാജിക്. അവള് സിമെന്റ് ഇലക്ഷനൊക്കെ അല്ലേ, അവർക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പശ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നുണ്ട്. കാണാനൊരു ലുക്കില്ലെങ്കിലും സംഭവം കൊള്ളായിരുന്നു. ലഞ്ചൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ജോലി, ക്ലീനിങ്. ഉച്ചയുറക്കം ഇവരുടെ മെയിൻ ആണ്. ഉച്ചക്കുറങ്ങിയവർ രണ്ടുപേരും ഒരുപാട് നേരം കിടന്നുറങ്ങിക്കോളും. ആ സമയമാണ് എൻ്റെ മീ ടൈം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ മദേഴ്സ്, യു ഗൈസ് ആർ ഡൂയിങ് ആൻ അമേസിങ് ജോബ്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ഇപ്പോൾ തന്നെ എൻ്റെ സ്റ്റാമിന തീർന്നു. അപ്പോൾ എങ്ങനെയാ, സബ്സ്ക്രൈബ് ചെയ്യല്ലേ? താങ്ക് യു സോ മച്ച് ഗൈസ്, ബൈ.